ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷവും സ്ട്രഗിളിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഒരു ഹിഷാം അബ്ദുൾ വഹാബ് ആയത്. ആ ഒരു കാത്തിരിപ്പ് എങ്ങനെയായിരുന്നു? ഒത്തിരി സന്തോഷമുണ്ട്. ആക്ച്വലി ഇപ്പോൾ കേരള ക്രൈം ഫയൽ സീസൺ 2 വരെ എത്തി നിൽക്കുകയാണ് എൻ്റെ കരിയർ. ഒരു 10 വർഷമായി. സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ സിനിമയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് ഇവിടം വരെ നോക്കുന്ന സമയത്ത് ഒത്തിരി ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ സോങ്സ് കമ്പോസ് ചെയ്യാൻ പറ്റി. ഒത്തിരി നല്ല അനുഭവങ്ങളും നല്ല എക്സ്പീരിയൻസസും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി. ഒരു മധുരമുള്ളൊരു കാത്തിരിപ്പായിരുന്നു. തീർച്ചയായിട്ടും അത് കുറച്ച് എന്താ പറയുക, എക്സ്പീരിയൻസ് എപ്പോഴും കുറച്ച് ട്രബിൾസും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ബട്ട് ഇറ്റ്സ് വർത്ത്. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു റിസൾട്ട് വരുമല്ലോ. സെൽഫ് കോൺഫിഡൻസ് എന്നതാണ് ഹിഷാം അബ്ദുൾ വഹാബിനെ ഇക്വേറ്റ് ചെയ്യുന്നത്. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് മാത്രം ഇവിടെ വരെ എത്തിയ ഒരാളാണ്. നമ്മൾ റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. എത്ര % സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്? ഇല്ല, എൻ്റെ ക്രാഫ്റ്റിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റാണ്. അതിപ്പം ചില നേരത്തെ ചില സിനിമകൾ ഇപ്പം നമ്മൾ ഡെമോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു പക്ഷേ നമ്മുടെ അടുത്ത് ഒരു അഭിപ്രായം പറയുക പോലും ഇല്ല. ഇപ്പം ചിലവർ ട്രൈ ചെയ്ത് നോക്കും, നമ്മൾ കമ്പോസ് ചെയ്ത് ഓക്കെ ആണോ എന്നുള്ളത് നോക്കും. ഇപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ തിരിച്ച് ഹിഷാം ഇത് വർക്കായില്ല, നമ്മൾ വേറെ ഒരാളുടെ ത്രൂ പോവാണ് എന്ന് പറയാനുള്ള ഒരു മര്യാദ പോലും ചില ഡയറക്ടേഴ്സിന് ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും അത് നമ്മളെയൊന്നും അത് അഫക്റ്റ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പം ഇപ്പോൾ ഒരു ഡെബ്യൂ കമ്പോസറാണ് അല്ലെങ്കിൽ പുതിയതായി ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരാൾക്കാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ചിലപ്പോൾ കരിയർ തന്നെ ഷിഫ്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഐ നോ വാട്ട് ഐ എം ഡൂയിങ്. അപ്പോൾ അതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയി നിൽക്കുക എന്നുള്ളതാണ്. ഒരു 100% നോക്കുകയാണെങ്കിൽ എത്ര % സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്? 100% കോൺഫിഡൻസ്. കാരണം എൻ്റെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കേരള ക്രൈം ഫയൽ സീസൺ 2 അല്ലെങ്കിൽ ഇപ്പം തമിഴിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത ഫിലിം മാമൻ. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാത്തൊരു ടെറിട്ടറിയാണ്. കംപ്ലീറ്റ്ലി വേറെ ഓഡിയൻസ് ആണ്, വേറൊരു ക്ലാസ് ഓഫ് പീപ്പിളിന്റെ ഫ്രണ്ടിലേക്കാണ് ആ മ്യൂസിക് ഒക്കെ പോകുന്നത്. അപ്പം യു ഹാവ് ടു ബി, ഇപ്പം നമ്മൾക്ക് ചില കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും നമ്മളെങ്ങനെ നമ്മളെ പോർട്രേ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടിരിക്കും ബാക്കിയൊക്കെ. സോ ഐ തിങ്ക് ഐ എം വെരി കോൺഫിഡന്റ്. ഓവർ കോൺഫിഡൻസ് അല്ല, ബട്ട് ഐ എം കോൺഫിഡന്റ് ഇൻ മൈ ക്രാഫ്റ്റ്. ശരിക്കും ഒരു മനുഷ്യൻ എത്രത്തോളം കോൺഫിഡന്റ് ആവണം ഹിഷാമിന്റെ ഒരു വേർഡ്സിൽ? ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്ന് വിചാരിക്കുക. ഇപ്പം എനിക്ക് മ്യൂസിക് കമ്പോസർ ആവണം, എനിക്കിത് നേടണം, പിന്നെ അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന, ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അസിസ്റ്റൻസ് ആണെങ്കിലും പുതിയ കുട്ടികളാണെങ്കിലും പലപ്പോഴും ഹാഫ് വേ അവർ ഡൗട്ട്ഫുൾ ആയിരിക്കും. ഞാൻ ഇത് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ, ഇല്ലെങ്കിൽ അത് എപ്പോഴും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കാണുന്ന, അതാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. ഇപ്പം ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത കുട്ടികളാണെങ്കിലും വേറെ ഏതെങ്കിലും സ്ട്രീം പഠിക്കുന്ന, ഇപ്പം മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ അതൊക്കെ പഠിച്ചിട്ട് പാരലലി ദേ ബ്രിങ് മ്യൂസിക്കിനെ അവർ കൊണ്ടു നടക്കും. അത് ദർ ഇസ് നോ ഹാം ഇൻ ദാറ്റ്. പക്ഷെ മ്യൂസിക് മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഐ തിങ്ക് നമ്മൾ ബാക്കിയൊക്കെ മാറ്റി വെച്ച് മ്യൂസിക്കിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കണം. അപ്പോഴാണ് അതിന്റെ റിസൾട്ട് വരിക എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനും ഒരു എഞ്ചിനീയറിംഗ്, എന്താ പറയുക, സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം എനിക്കറിയാം മ്യൂസിക്കിന് വേണ്ടി മാത്രം നമ്മൾ ടൈം മാറ്റി വെക്കുമ്പോഴുണ്ടാവുന്ന ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയായാലും ഹാർഡ് വർക്ക് അവസാനം നമുക്ക് കോൺഫിഡൻസ് ഷുഡ് ബി ദർ. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം നമ്മുടെ വർക്കിൽ. ഈ സൂഫി ആൽബംസ് ചെയ്തു, അതിനുശേഷം മലയാളത്തില് ഒരുപാട് ഫിലിംസ് ചെയ്തു. പിന്നെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ തന്ന, വിനീതേട്ടൻ തന്ന ഹൃദയമാണ്. ആ ഒരു ഹിഷാം അബ്ദുൾ വഹാബ് എന്നുള്ളൊരു മാർക്ക് ആളുകളിലേക്ക് എത്തിയത് ഹൃദയമാണ്. ശരിക്കും വിനീത് ശ്രീനിവാസനാണ് ഒരു ഗോഡ് ഫാദർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. നിസ്സംശയം പറയാം. കാരണം വിനീതേട്ടൻ എൻ്റെ സ്ട്രഗിൾസ് കണ്ടിട്ടുള്ള ആളാണ്. വിനീതേട്ടൻ ഇത് പലപ്പോഴും ഞാൻ ഇപ്പം ഏത് സിനിമ വരുന്ന സമയത്ത് അതിലെ പാട്ടുകളൊക്കെ സന്തോഷപൂർവ്വം വിനീതേട്ടൻ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് വിനീതേട്ടൻ ആ സ്ട്രഗിൾ മനസ്സിലാക്കിയതും വിനീതേട്ടൻ എനിക്ക് അവസരം തരുന്നതും. തീർച്ചയായിട്ടും വിനീതേട്ടൻ എൻ്റെ ഗോഡ് ഫാദറാണ്. കാരണം ആ സിനിമയിലൂടെ മാത്രമാണ് എനിക്ക് എൻ്റെ മ്യൂസിക്, ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ച മ്യൂസിക് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയതും ഇന്നും അതൊരു ക്ലാസിക്കായി നിൽക്കുന്നത് ഒരു പക്ഷേ ആ ഒരു ഗ്രേറ്റ് ടീം വർക്കിന്റെ റിസൾട്ടാണത്.
ഇപ്പോഴും സോഷ്യൽ മീഡിയ ട്രെൻഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് ഇപ്പോൾ സോങ് സെലക്ഷൻ വരുന്നില്ലേ, അതിൽ മിക്ക ആളുകളും ഒരുപാട് പാട്ടുകളുണ്ടല്ലോ, അതിൽ എല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻസും ഉണ്ട്. നമുക്ക് പ്രണയിക്കണമെങ്കിൽ പ്രണയിക്കാം, ഡിപ്രഷൻ അടിക്കണമെങ്കിൽ ഡിപ്രഷൻ അടിക്കാനുള്ള പാട്ടുണ്ട്, ഒരു കംബാക്ക് വരണമെങ്കിൽ കംബാക്ക് അടിക്കാനുള്ള പാട്ടുകളുണ്ട്. അതെ. അപ്പൊ ഒരുപാട് ഇമോഷൻസ് ആ സിനിമയിലെ ഒരുപാട് പാട്ടുകളിൽ തന്നെ കാണാൻ പറ്റും, അല്ലെ മറ്റു സിനിമകളിലായാലും നമുക്ക് കാണാൻ പറ്റും. ഇമോഷൻസിന്റെ ഒരു കളിയാണ്. ശരിക്കും ലൈഫിൽ ഇത്രയധികം ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. അല്ല, എനിക്ക് തോന്നുന്നു എല്ലാ കമ്പോസറിനും ഒബ്വിയസ്ലി നമ്മളൊരു പാട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണോ ഫേസ് ചെയ്യുന്നത് അതിന്റെ ഒരു എക്സിക്യൂഷൻ ഉണ്ടാവും, അതിന്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ഉണ്ടാവും സോങ്സിൽ. ഹൃദയ സോങ്സിനെ സംബന്ധിച്ച് ആ ടൈമിൽ ഒരു കുറെ ട്രബിൾസമിലൂടെ കടന്നു പോകുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഹൃദയം വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ എനർജി ഒക്കെ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ ദർശനാണെങ്കിലും ഇപ്പം മിന്നൽ കൊടി എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, പുതിയൊരു ലോകം. അപ്പൊ പുതിയൊരു ലോകമൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കും അത് പുതിയ ലൈഫായിരുന്നു. അപ്പം അതിന്റെ ഒരു ഓറ അതിലുണ്ട് ആൽബത്തിന്. നമുക്ക് വിനീതേട്ടന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഗോഡ് ഫാദർ ആണല്ലോ, അപ്പൊ ഏതൊരു പാട്ട് നമ്മള് സന്തോഷത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യും? പാടാം. മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ, മനസ്സേ മായ മറയത്ത് ദൂരെ പറന്നേ പോയാൽ ഞാൻ എന്തു ചെയ്യും, തിരികെ വരാമോ ഇതിലേ, മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ, മനസ്സേ മായ മനസ്സേ കേൾക്കൂ. എവിടെയൊക്കെ ഒരു AR റഹ്മാൻ സൗണ്ട് ടച്ച് വരുന്നില്ലേ? ഞാൻ ഒരുപാട് കമന്റ്സിൽ കണ്ടിട്ടുണ്ട്, ഒരു ARR ടച്ച് ഉള്ള ഒരു സൗണ്ടാണ്. അയ്യോ, എനിക്ക് സാറായിട്ട് കമ്പയർ ചെയ്യാനൊന്നും നമ്മളൊന്നും ആയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഹൈ പിച്ച് ഹൈ രജിസ്റ്റേഴ്സിൽ പാടുന്ന സമയത്തുള്ള ഒരു സിമിലാരിറ്റി ആയിരിക്കും ഒരു പക്ഷെ. പക്ഷെ അതിൽ സന്തോഷം. ഈ ഹൃദയത്തിൽ നിന്ന് നേരെ അബ്ദുൽ ഹിഷാമിന്റെ ഹൃദയം പോയത് നേരെ ഖുഷിയിലേക്കാണ്. ജീവിതത്തിലെ ഖുഷി ആരാണ്? അത് ഐഷ, ഓഫ്കോഴ്സ്. ഐഷോ ആണ് ജീവിതത്തിലെ ഖുഷി. അവളാണ് ലൈഫിലെ ഹാപ്പി. നമ്മൾ മ്യൂസിക് മാറ്റി വെച്ചാൽ പിന്നെ ഉള്ള എൻ്റെ ലൈഫിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഐഷുവും എൻ്റെ പിന്നെ ഫാമിലിയുമാണ്. അവളുടെ ഒരു എന്താ പറയുക, അവളുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. ഫിലിംസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഭയങ്കര ടയേർഡായി, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺഫിഡൻസ് ലൂസ് ചെയ്യുന്ന ഒരു ടൈമൊക്കെ വരുമല്ലോ, ആ സമയത്താണ് ഇവരുടെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് വരിക, ഐഷാന്റെ പ്രത്യേകിച്ചും. അപ്പം അവളാണ് ജീവിതത്തിലെ ഖുഷി. നേരെ ഹൃദയം കഴിഞ്ഞിട്ട് പിന്നെ ഖുഷി ഫിലിമാണ് സ്റ്റാർട്ട് ചെയ്തത്. പറഞ്ഞിട്ടുണ്ട് എപ്പോഴേലും നീയാണ് ലൈഫിൽ? അത് പറയണ്ട, അവൾക്ക് ഒബ്വിയസ്ലി അണ്ടർസ്റ്റുഡ് ആണ്, ഇടയ്ക്കിടയ്ക്ക് പറയും, ഓർമ്മിപ്പിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നതാണ്, എടോ അവൻ പൊട്ടിക്കരഞ്ഞു. അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും ചേട്ടൻ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നാളെ പുള്ളീൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്. മറ്റേ വിനീതേട്ടൻ അന്ന് പറഞ്ഞ ആ ഇന്റർവ്യൂ ഇല്ലേ, അത് എല്ലാവരുടെ മനസ്സിലും ആ ഒരു സാധനം പുള്ളി അത് എക്സ്പ്രസ് ചെയ്തൊരു വേ ആയിരിക്കാം. അതെ, അത് ഇപ്പോഴും ഓർക്കുന്ന സമയത്ത് അത് ഭയങ്കര ടച്ചിങ് ആണ്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം ഞാനൊക്കെ സൗദിയിൽ വളർന്നൊരു കുട്ടിയാണ്. അപ്പം സൗദിയിൽ അവിടെ ഒരുപാട് ആ സമയത്ത് മ്യൂസിക്കൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഇപ്പൊ നമുക്ക് ഇവന്റ്സോ ഷോസോ അല്ലെങ്കിൽ ഫിലിംസ് ഇറങ്ങുന്ന ഒരു സ്ഥലമല്ല, തിയേറ്റേഴ്സ് ഉള്ള സ്ഥലമൊന്നുമല്ല. പക്ഷെ അവിടുത്തെ ഓഡിയോ കാസറ്റ്സും CDസും ഒക്കെ ആയിരുന്നു എൻ്റെ മ്യൂസിക്കിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റഡി. അപ്പം അവിടെ നിന്നൊക്കെ വന്ന് അവസാനം ഹൃദയം എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക്, ഇത്രയും വലിയൊരു സിനിമയിലും വിനീതേട്ടൻ്റെ സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഇതിപ്പം ഇടയ്ക്കൊക്കെ ഞാൻ ഹൃദയം കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട്. ഇപ്പൊ ഞാൻ എനിക്കൊന്നൊരു 2 ആഴ്ച മുമ്പ് ഹൃദയത്തിലെ പാട്ടുകളും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്കുള്ളിലൊരു ഗൂസ് ബംസും ഒക്കെ വരും. ഈ ഒരു ടൈമിലൂടെ നമ്മൾ കടന്നു പോയതായിരുന്നല്ലോ എന്നുള്ളത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാ. കാരണം ഇറ്റ് കീപ്സ് യു ഗ്രൗണ്ടഡ്. നമ്മൾ എത്ര ഫോർവേഡ് പോയാലും നമ്മൾ ലിസൺ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു ടൈമിൽ ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും വർക്ക് ചെയ്തു. സോ ഓൾവേസ് ബി ഗ്രൗണ്ടഡ്.